വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത ചുരിദാറിന്റെ വീഡിയോ ആണ്. അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ജോർജറ്റ് ഫാബ്രിക് ആണ്. ഇത് എനിക്ക് തോന്നുന്നു ജോർജറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു പാറ്റേൺ ആട്ടോ. റഫ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിലാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര ബീഡ്സോ കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ടൊരു സീക്വൻസ് വർക്ക് പോയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ത്രെഡിന്റെ തിക്കായിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതും ആ ഒരു വർക്കിന്റെ ഫിനിഷിങ്ങും കളേഴ്സും അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയാം കേട്ടോ. ഇതിന്റെ ദുപ്പട്ടയ്ക്കകത്തും ഇതുപോലെ കോമ്പിനേഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. പീച്ചിന്റെ പിങ്കിന്റെ കോമ്പിനേഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുഞ്ഞായിട്ട് ഇങ്ങനെ സീക്വൻസിന്റെ സെന്ററിൽ കൂടെ ഹാൻഡ് വർക്ക് പോലെ തന്നെയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമാട്ടോ കാണാൻ. നമുക്ക് ആ ഒരു ഒറിജിനൽ ഹാൻഡ് വർക്ക് നന്നായിട്ട് നല്ല കൂടിയ റേഞ്ച് ചെയ്യിപ്പിക്കുന്ന ഒരു ലുക്ക് കിട്ടും ഇതിന്. പെട്ടെന്ന് അടുത്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ സീക്വൻസിന്റെ ഇതാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കട്ട് ബീഡ്സിന്റെ ഒരു ലുക്കാട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇത് നെക്കിൽ മാത്രമാണ് ഇവർ വർക്ക് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും എനിക്കൊന്ന് യെല്ലോ നേരിട്ട് കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ് കേട്ടോ. നല്ല ലെങ്തി ആണ്. ഇതിന് ഏകദേശം ഒരു 49 എബോ ലെങ്ത് ഇട്ട് തയ്ക്കാൻ കിട്ടും. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. ദുപ്പട്ട 2.5 നമുക്ക് ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് G977, റേറ്റ് 1190 മാത്രമേ ഉള്ളൂ. 1196. അപ്പൊ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറച്ച് കളേഴ്സ് മാത്രമാണ് ഇതിൽ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് ഈ ഒരു കളർ വരുന്ന പറഞ്ഞാൽ ഒരു ലൈറ്റ് ലാവണ്ടറിന്റെ ഒരു ടോൺ ആണ്. ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാളും കുറച്ചുകൂടെ നല്ല ഷെയ്ഡാട്ടോ. കുറച്ചുകൂടെ നല്ല തെളിഞ്ഞ ഒരു ലാവണ്ടർ ആണ്. കോമ്പിനേഷൻ ഇതും പീച്ചിന്റെ ഒരു കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ആ വർക്കിനൊക്കെ ആ ഒരു ഫിനിഷിംഗ് കാണാൻ നല്ല രസമാട്ടോ. നെക്കൊക്കെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേനും കറക്റ്റ് നെക്ക് തന്നെ കിട്ടും. ദുപ്പട്ടയ്ക്കകത്തും ഫുൾ വർക്കുണ്ട്. നല്ല ലെങ്തി ആട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ വരുന്നത് G975, റേറ്റ് 1196. നെക്സ്റ്റ് വരുന്നത് വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് കളറാണ്. ബ്ലാക്കിലോട്ട് പീച്ചിന്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു രക്ഷയിലോട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇതും സെയിം വർക്കും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. നല്ല ലെങ്ത് ഉണ്ട്. ഇതുണ്ടല്ലേ, മടക്കി വെച്ചിട്ടാണെങ്കിൽ പോലും ഇതുപോലെ ഫുൾ ലെങ്ത് ആയിട്ട് തന്നെ എനിക്ക് കിടക്കുന്നുണ്ട്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക് തന്നെ വരും. ഇത് രണ്ട് സൈഡിലോ എങ്ങനെ ഇട്ടാലും നല്ല ലെങ്ത് തന്നെ കിട്ടും കേട്ടോ. നല്ല ബ്ലാക്ക് കളറാണ്. പിന്നെ ബോട്ടം വിത്ത് ലൈനിങ് സാറ്റിൻ സിൽക്ക് ആണ്. നമ്പർ G976, റേറ്റ് 1196. അടുത്ത കളർ വരുന്നത് ഒരു പിങ്കിന്റെ ഷെയ്ഡാട്ടോ. ഇതിൻ്റെ അത് കുറച്ച് പീച്ച് പോലെയാണ് കാണുന്നത്. ശരിക്കും നേരിട്ട് കാണാൻ പിങ്കിന്റെ ഒരു ഷെയ്ഡാണ്. നല്ല രസമാട്ടോ. പിന്നെ ഒരു കറക്റ്റ് കളർ അതിന്റെ ഭംഗി ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ ധൈര്യമായിട്ട് എടുത്ത് നമുക്ക് നേരിട്ട് കാണുമ്പോഴത്തേനും എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു കളറാണെങ്കിലും മുഖത്തിന് പെട്ടെന്ന് നമുക്കൊരു തികച്ച കൂടുതൽ വരും. എല്ലാ കളറുകാർക്കും ചേരുന്ന ഒരു ഷെയ്ഡാട്ടോ ഇത്. ഒത്തിരി അങ്ങ് ഡാർക്കും അല്ല, എന്നാൽ തീരെ ലൈറ്റും ഇല്ലാത്ത നല്ല ഭംഗിയുള്ളൊരു പിങ്കിഷ് പീച്ച് എന്നൊക്കെ പറയുന്ന ഒരു കളർ. നമ്മൾ പീച്ചല്ല, പിങ്കിന്റെ ഒരു മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ്. സെയിം തന്നെ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒറ്റ കളർ തന്നെയുള്ള അങ്ങനത്തെ ഒരു സെറ്റുകൾക്ക് ഒരു പ്രത്യേക ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഭംഗിയാട്ടോ. പ്രത്യേകിച്ച് ജോർജറ്റോട് ആകുമ്പോഴത്തേനും നമുക്ക് അത് തയ്ച്ചിടുമ്പം ഒരു പ്രത്യേക എടുപ്പ് കിട്ടും. ശരിക്കും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ വെയർ ഇടയ്ക്ക് യൂസ് ചെയ്യാൻ നല്ല ഐറ്റം കേട്ടോ. ബോട്ടം വിത്ത് ലൈനിങ് ഒക്കെ ഉള്ളതായതുകൊണ്ട് കറക്റ്റ് കളർ തന്നെ നമുക്ക് തയ്ക്കുമ്പോഴും കറക്റ്റ് കളർ തന്നെ കിട്ടും. ബോട്ടത്തിനും ലൈനിങ്ങിനും ഒക്കെ ആ ഒരു സാറ്റിൻ സിൽക്കിൽ സെയിം കളർ തന്നെയാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ നമ്പർ വരുന്നത് G974, റേറ്റ് 1196. അഞ്ചാമത്തെ കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. വൈനും ലാവണ്ടറോടെ മിക്സ് ആയിട്ടാണ് ഈ ഒരു കളർ വന്നേക്കുന്നത്. ഇതിൻ്റെ അകത്തും ആ ഒരു പീച്ചിന്റെ കോമ്പിനേഷനുള്ള വർക്ക് നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ നല്ല തിക്കായിട്ടാട്ടോ വർക്ക് വരുന്നത്. ഞാൻ പറഞ്ഞു തരാറുണ്ട്. ഇതിൻ്റെ ഒരു വർക്കിന്റെ തിക്നെസ്സിനൊക്കെ അനുസരിച്ചാണ് റേറ്റ് കൂടുതലും കുറവും വരുന്നത്. അപ്പോൾ ഇത് മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നതാണെങ്കിലും നല്ല ഫാബ്രിക്കാണ്. നല്ല ലെങ്ത്തും ആട്ടോ. നമ്മൾ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചേക്കുന്നുണ്ട്. 2.5 എബോ ഉണ്ട്. ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ G973, റേറ്റ് 1190 മാത്രമേ ഉള്ളൂ. 1196.